Welcome to Viskool. I am Jilvi, നിങ്ങളുടെ സ്വന്തം കെമിസ്ട്രി ഫാക്കൽറ്റി. അപ്പോൾ നമ്മുടെ 50 ദിവസം നീറ്റ് ലൈവ് ക്ലാസ് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ നീറ്റിന്റെ എൻറ്റയർ സിലബസ് കവർ ചെയ്യും, എല്ലാ ടോപ്പിക്ക് കവർ ചെയ്യും, മാക്സിമം പ്രോബ്ലംസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, ഇനിയുണ്ട് കുറേ ദിവസങ്ങളും കൂടി. ഈ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഈ വിസ്കൂളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മെഡിക്കൽ കോളേജിൽ സീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പാർട്ട് 1 ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 90% ഓഫ് പ്രോബ്ലംസും തിയറി പാർട്ടും എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1.5 hours അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അതിന്റെ റിമൈനിങ് പോർഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ മോൾ കൺസെപ്റ്റ് അതേപോലെ തന്നെ ലോസ് എല്ലാം പഠിച്ചു. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ടായിരിക്കും. പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ റെഡിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേ, എല്ലാവരും ഒരു ഹായും ഫയറും ഒക്കെ ഇട്ടേ. ഇപ്പോൾ കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ഹായ് ഏഞ്ചൽ, വസുഗി ഹായ്, ലൂസിഫർ ഓക്കെ ഹായ്, ദിൽ ഹായ്, കുറേ പേര് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവ് സെക്ഷനിലേക്ക്. എല്ലാവർക്കും ഹായ്. സോ ഓട്ടോ ഡിഡക്ടസ് ഓക്കെ ഹായ്, പേര് വേറെന്തോ ആണ് ഇട്ടിരിക്കുന്നത്, ഹായ്. സോ നമ്മൾ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞല്ലേ, എലമെന്റ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൽ എല്ലാ എലമെന്റ്സിന്റെയും പെർസെൻറ്റേജ് കാണണം. അതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാനായിട്ട് വളരെ സിമ്പിൾ ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാൻ പഠിക്കാം. ഇപ്പൊ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ് CuSO4 5H2O. ഈ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിനകത്ത് ആരൊക്കെയുണ്ട്? കോപ്പർ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിൽ എത്ര പെർസെൻറ്റേജ് കോപ്പർ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് സൾഫർ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. സോ ഫോർമുല എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ മാസ് പെർസെൻറ്റേജ് കാണാനായിട്ട് mass of that particular element divided by molar mass of the compound into 100. Okay, അപ്പോ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിലെ കോപ്പറിന്റെ മാസ് പെർസെൻറ്റേജ് കാണുന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ മാസ് ഡിവൈഡഡ് ബൈ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിന്റെ മോളാർ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, മോളാർ മാസിനെയൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിൽ ആദ്യം കോപ്പറിന്റെ പെർസെൻറ്റേജ് കാണാം. കോപ്പറിന്റെ അറ്റോമിക് മാസ് എത്രയാ? നമുക്ക് അറിയോ കോപ്പറിന്റെ അറ്റോമിക് മാസ് എത്രയാന്ന്? 63.5 ആണ് കേട്ടോ. സോ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ വിൽ ബി 63.5 ഡിവൈഡഡ് ബൈ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിന്റെ മോളാർ മാസ് ആണ് 249.5 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 25.45% എന്ന് കിട്ടും. അടുത്തത് നമ്മൾ സൾഫറിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പോവാണ്. മാസ് പെർസെൻറ്റേജ് സൾഫർ, സൾഫറിന്റെ അറ്റോമിക് മാസ് എത്രയാ? സൾഫറിന്റെ അറ്റോമിക് മാസ് എത്രയാ? ഒന്ന് കമന്റ് ചെയ്തേ, സൾഫറിന്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന്. സൾഫറിന്റെ അറ്റോമിക് മാസ് എത്രയാണ് സൾഫറിന്റെ അറ്റോമിക് മാസ്? ഓക്കെ, 32 ആണ് കേട്ടോ, 32 ആണ്. സോ 32 ഡിവൈഡഡ് ബൈ 249.5 ഇൻറ്റു 100 that will give you 12.82%. ക്ലിയർ അല്ലേ? സോ അടുത്തത് മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ?
വെരി ഗുഡ് 16 ആണ് കേട്ടോ. 16 ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ്. മൊത്തം എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 5 ഓക്സിജൻ ഉണ്ട്. സോ 5 + 4 9 ഓക്സിജൻ ഉണ്ട്. സോ 9 × 16 ചെയ്താലാണ് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഓക്സിജന്റെ മാസ് കിട്ടുക. സോ 16 × 9 will give you 144. So 144 divided by 249.5 into 100%, that will give you 57.72%. Okay അല്ലേ? Okay. So അടുത്തത് ഹൈഡ്രജന്റെ പെർസെന്റേജ് കാണാണ്. ഓക്കെ, കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ 32 ആണ് കേട്ടോ. വെരി ഗുഡ്. സൾഫറിന്റെ മാസ് 32 ആണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴാണ് കണ്ടത്. വെരി ഗുഡ്. ആവണി ഹായ്. സോ അടുത്തത് ഹൈഡ്രജന്റെ മാസ് പെർസെന്റേജ് കാണാൻ പോവാ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? സിമ്പിൾ കമന്റ് ചെയ്തേ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ മക്കളെ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണല്ലേ. സോ നമുക്ക് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5 × 2 10 ഹൈഡ്രജൻ ഉണ്ട്. സോ 10 divided by 249.5 into 100, and that will give you 0.01%, 04.01%. ഓക്കെ, കാർബണിന്റെ പെർസെന്റേജ് കിട്ടി, സൾഫറിന്റെ കിട്ടി, ഓക്സിജന് കിട്ടി, ഹൈഡ്രജന് കിട്ടി. എല്ലാവരുടെയും സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അടുത്ത പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ അമോണിയ. NH3 ആണല്ലേ അമോണിയ. NH3 ആണ് അമോണിയ. സോ നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും മാസ് പെർസെന്റേജ് കാണണം. എല്ലാ എലമെന്റ്സും NH3 നൈട്രജനും ഹൈഡ്രജനും ആണല്ലേ ഉള്ളത്. നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അറ്റോമിക് മാസുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് മോളാർ മാസ് കിട്ടും. സോ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് മാസ്. സോ 3 ഹൈഡ്രജൻ ഉണ്ട്. 14 + 3 × 1, that will give you 17 grams molar mass of NH3. So ഇത് സിമ്പിൾ അല്ലേടാ. മാസ് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കാണാൻ എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. സോ 40 നൈട്രജന്റെ അറ്റോമിക് മാസ് ആണ് കേട്ടോ 40 എന്ന് പറയുന്നത്. 14 / 17 into 100, and that will give you 82.35%. 82.35%. അടുത്തത് നമുക്ക് ഹൈഡ്രജന്റെ പെർസെന്റേജ് കാണണം അല്ലേ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 3 ഹൈഡ്രജൻ ഇല്ലേ? NH3 3 ഹൈഡ്രജൻ ഇല്ലേ? സോ 3 × 1. So 3 / 17 into 100, and that will give you 17.65%. Okay അല്ലേ? So mass percentage clear ആണോ? മാസ് പെർസെന്റേജ് ക്ലിയർ ആണോ? നൈട്രജൻ NH3 ആണെങ്കിൽ നൈട്രജൻ 82.35%, റിമൈനിങ് 17.65% ഹൈഡ്രജനും ആണ് കേട്ടോ. സോ നമുക്ക് NEET 2024 ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരുന്നു അല്ലേ. മാസ് പെർസെന്റേജ് കാണാനായിട്ട് വളരെ സിമ്പിൾ. മാസ് ഓഫ് ദ കോമ്പൗണ്ട് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ ഒരു ചെറിയ ഫോർമുല യൂസ് ചെയ്തിട്ട് പോലും നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് സെക്ഷനിൽ നിന്ന് വേണമെങ്കിലും ഏത് പാർട്ടിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നീറ്റിന്റെ ക്വസ്റ്റ്യൻ വരാം. കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം. മാക്സിമം പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. എത്ര പ്രോബ്ലം നമ്മൾ ചെയ്യുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഇന്ത്യയിലെ നമ്പർ 1 AI പ്ലാറ്റ്ഫോമായ വേവിതയിലൂടെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഈ 50 ദിവസവും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന്റെ പാറ്റേണിൽ നമുക്ക് മോക്ക് എക്സാമുകൾ ഉണ്ടാവും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മോക്ക്, ഈ ഒരു 50 ദിവസം നിങ്ങൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ആ മക്കൾ എന്തായാലും എന്ത് ചെയ്യണം? എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? സോ ഈ ലൈവ് ക്ലാസ് കാണുക. തിയറിയും ഒരു കുറെ പ്രോബ്ലംസും നിങ്ങൾക്ക് സെറ്റ് ആവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിടിലമായിട്ട് കിട്ടിക്കോളും. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് പ്രോബ്ലംസ് ചെയ്യാം. വേവിത ആപ്പിൽ പോവുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. On complete compaction, 0.3 gram of an organic compound gives 0.2 gram of carbon dioxide and 0.1 gram of water. The percentage composition of carbon and hydrogen in the compound respectively are option A 4.07% and 15.02%, B 18.18% and 3.70%, C 15.02% and 4.07%, D 3.70% and 18.18%. Okay അല്ലേ?
ഓക്കെ, ഇത് എക്സാമിന് ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. മക്കളെ പേടിക്കണ്ട, നമ്മുടെ ഫ്രണ്ടിൽ ഇനിയും ഉണ്ടടാ 50 ദിവസവും കൂടെ. 50 ദിവസം പെർ ഡേ ഒരു 3 hours നമ്മൾ ലൈവ് കാണുന്നു, ബാക്കിയുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. ആ ഒരു ചാപ്റ്റർ അങ്ങ് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിക ആപ്പിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ഒരു 50 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്ററും കഴിയും, എൻറ്റയർ സിലബസും കഴിയും. ഒരു 10 year പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഒരു 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, എവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിലെല്ലാം ക്ലിയർ ഐഡിയ ഉണ്ടാവും. സോ ഈ ഒരു 50 days നിങ്ങൾ വിസ്കൂളിന്റെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്യുക. ഇതങ്ങ് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ആണ്, ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് അല്ല, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ്. സോ ഇറ്റ്സ് വിൽ ബി വെരി ഈസി ഫോർ യു. അപ്പൊ നിങ്ങൾ ടെൻഷനൊക്കെ അങ്ങ് മാറ്റി വെക്കുക. നമ്മളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, സിമ്പിളാ, ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. നന്നായിട്ടിരുന്നങ്ങ് പഠിക്കുക, വേറെ ഒന്നും നോക്കണ്ട, നന്നായിട്ടിരുന്നങ്ങ് പഠിക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സാം ടെൻഷൻ ഒന്നും വേണ്ടട മോനെ, എന്തിനാ വെറുതെ എക്സാം ടെൻഷൻ? എക്സാം ടെൻഷൻ വെച്ചോണ്ടിരുന്ന എക്സാമിന് മാർക്ക് കിട്ടോ? എക്സാം ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു 50 days നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ എൻറ്റയർ സിലബസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ പ്രോബ്ലത്തിലേക്ക് വന്നാൽ percentage composition of carbon and hydrogen കാണണം. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് എത്രയാ? 0.3 gram ആണ് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള കാർബൺ കൺവേർട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഹൈഡ്രജൻ കൺവേർട്ട് ചെയ്ത് വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള കാർബണിന്റെ പെർസെൻറ്റേജ് കാണുക, ഹൈഡ്രജന്റെ പെർസെൻറ്റേജ്, വാട്ടറിലുള്ള ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കാണുക. ആൻഡ് 0.1 gram വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക, 0.2 gram കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കാർബണിന്റെ പെർസെൻറ്റേജ് കാണാം. കാർബൺ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള എല്ലാ കാർബണും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, 0.2 gram ആണ് അല്ലെ, 0.2 gram ആണ്. സോ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഫ്രാക്ഷൻ നമുക്ക് കാണാൻ അറിയാം. മാസ് ഓഫ് കാർബൺ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്താൽ മതി അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് CO2. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ മക്കളെ? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. കാർബണിന്റെ അറ്റോമിക് മാസ് മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാർബണിന്റെ അറ്റോമിക് മാസ് ഒന്ന് കമന്റ് ചെയ്തേ. കാർബണിന്റെ അറ്റോമിക് മാസ് കമന്റ് ചെയ്യുക. നോക്കട്ടെ, കാർബണിന്റെ അറ്റോമിക് മാസ് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ കാർബൺ ഐസോട്ടോപ്പിന്റെ ഒക്കെ മാസൊക്കെ. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12 ആണ് കേട്ടോ. ഓക്കെ, 12 ആണ് കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ 12 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. സോ 2 ഓക്സിജൻ ഉണ്ട്. സോ 2 into 16. സോ ഇറ്റ് വിൽ ബി ഓക്കെ. ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഏഞ്ചലെ. ഏഞ്ചൽ എസ് രാജൻ 2 അല്ല 12 ആണ് കേട്ടോ. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. സോ അറ്റോമിക് നമ്പർ അല്ല മോനെ, അറ്റോമിക് മാസ് ആണ് ചോദിച്ചത് കേട്ടോ. അറ്റോമിക് നമ്പർ ആണ് 6, അറ്റോമിക് മാസ് 12 ആണ്. സോ 12 പ്ലസ് 2 into 16. സോ 12 പ്ലസ് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു 44 ആണ് കേട്ടോ. സോ കാർബണിന്റെ മാസ് വിൽ ബി ഈക്വൽ ടു 0.2. അപ്പൊ അതായത് 12/44 ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുള്ള കാർബണിന്റെ ഫ്രാക്ഷൻ. സോ നമ്മുടെ കോമ്പൗണ്ടിലുള്ള കാർബണിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ ഫസ്റ്റ് കാർബണിന്റെ മാസ് കാണണം അല്ലെ. സോ 0.2 ഗ്രാമിൽ എത്രയുണ്ടെന്ന് കാണാനായിട്ട് 0.2 into 12/44 ചെയ്താൽ മതി. 0.2 into 12/44 ചെയ്യുമ്പോൾ നമുക്ക് 0.054545 gram കിട്ടും. പെർസെൻറ്റേജ് കാണാൻ പാടില്ലേ? പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? കാർബണിന്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. കാർബണിന്റെ മാസ് നമുക്ക് കിട്ടി. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 0.3 ആണ്. സോ 0.054545 ഡിവൈഡ് ബൈ 0.3 into 100 and that will give you 18.18%. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കാണണം. സിമ്പിളാ. കാർബണിന്റെ പെർസെൻറ്റേജ് കിട്ടി 18.18%. അതിനകത്തുനിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും?
പറയാൻ പറ്റും അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. പെർസെന്റേജ് ഓഫ് കാർബൺ 18.18% കിട്ടിയത് എന്താണ്, ഓപ്ഷൻ ബിയിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പറയാം അടുത്തത് ഹൈഡ്രജൻ. എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മാക്സിമം ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിക്കോളും. കുറച്ച് പ്രോബ്ലംസ് അങ്ങ് എടുത്ത് വെച്ച് ചെയ്താൽ മതി. ഫിസിക്കൽ കെമിസ്ട്രിയുടെയും പിന്നെ ഫിസിക്സിന്റെ ഒക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആയിക്കോളും കേട്ടോ. അതോർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സോ ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇനി ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കാണാൻ പോവാണ്. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ കമ്പക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ ആ ഹൈഡ്രജൻ എല്ലാം വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവും. സോ വാട്ടർ വേപ്പറിനകത്തുള്ള ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് ആ ഒരു ഫ്രാക്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. സോ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ H2O മോളാർ മാസ് എത്രയാ? വാട്ടറിന്റെ മോളാർ മാസ് എത്രയാ? H2 മോളാർ മാസ് മോളാർ മാസ് എത്രയാ? മക്കൾക്ക് അറിയാമായിരിക്കും, ഒന്ന് കമന്റ് ചെയ്ത് H2 മോളാർ മാസ് എത്രയാന്ന്. H2 മോളാർ മാസ് കമോൺ, പറ്റും നിങ്ങളെ കൊണ്ട്. H2O വാട്ടറിന്റെ മോളാർ മാസ് ഒന്ന് കമന്റ് ചെയ്തേ. വാട്ടറിന്റെ മോളാർ മാസ് എത്രയാ? ഒന്ന് കമന്റ് ചെയ്തേ. വാട്ടറിന്റെ മോളാർ മാസ് കമോൺ. വാട്ടറിന്റെ മോളാർ മാസ് എത്രയാ? ഓക്കെ, വെരി ഗുഡ്. 12 ആണ്, 18 ആണ് കേട്ടോ. 18 ആണ്. 12 ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 18 ആണ്. ഓക്കെ, 18 ആണ് കേട്ടോ. 18 ആണ് നമ്മുടെ വാട്ടറിന്റെ മോളാർ മാസ്. സോ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 × 1 ആവുക അല്ലെ. സോ ഹൈഡ്രജന്റെ ഫ്രാക്ഷൻ ഇൻ വാട്ടർ എന്ന് പറയുന്നത് 2/18 ആണ്. ഇനി നമ്മൾ പഠിച്ചു നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്ന വാട്ടറിന്റെ അളവെന്ന് പറയുന്നത് 0.1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജന്റെ മാസ് 0.1 വാട്ടറിൽ ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് എങ്ങനെ കാണും? 0.1 × 2/18. 0.1 × 2/18 അത് ചെയ്യുമ്പോൾ നമുക്ക് 0.01111 gram ആൻസർ കിട്ടും. സോ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ് മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് × 100. മാസ് ഓഫ് ഹൈഡ്രജൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 3.70% ആൻസർ കിട്ടും. മക്കൾക്ക് ക്ലിയർ ആണോ? സോ ആദ്യത്തെ കാർബണിന്റെ പെർസെൻറ്റേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ചെയ്യാൻ പറ്റും അല്ലെ. ഏത് ഓപ്ഷനാണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് അങ്ങനെയും ആൻസർ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ കാർബണിന്റെ പെർസെൻറ്റേജ് 18.18 ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് 3.70% ആയിരിക്കും കേട്ടോ. സോ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അതിന് മുന്നേ നമ്മൾ പറയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് തുടങ്ങുകയാണ്. നമ്മൾ മാർച്ച് സമയത്ത് ഒരു 1 month കൊണ്ട് നമ്മൾ നീറ്റിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 1 month കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ എൻ്റയർ സിലബസും കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ വിസ്കൂളിന്റെ ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലിങ്ക് ഉണ്ടാവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ടന്റും പ്രൊഡക്റ്റും ഒക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷന്റെ കളിയാണ് ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഇപ്പൊ സ്റ്റോഷിയോമെട്രിയുടെ കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ ഒരു പ്രോബ്ലം, നമുക്കൊരു ഇക്വേഷൻ ബാലൻസ് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചേക്കാണ്. ഇത് മീഥെയിന്റെ കമ്പക്ഷൻ റിയാക്ഷൻ ആണ് അല്ലെ. മീഥെയിൻ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്ന റിയാക്ഷൻ, അതല്ലേ കമ്പക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ റിയാക്ഷൻ അങ്ങ് ബാലൻസ് ചെയ്യണം. ഇവിടെ നോക്കിയേ, CH4ന്റെ ഫ്രണ്ടില് 1 ആണ്, ഓക്സിജന്റെ ഫ്രണ്ടില് 2, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫ്രണ്ടില് 1, വാട്ടറിന്റെ ഫ്രണ്ടില് H2 ഗ്യാസിന്റെ ഫ്രണ്ടില് 2. ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് 1 മോൾ മീഥെയിൻ 2 മോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടർ വേപ്പറും പ്രൊഡ്യൂസ് ചെയ്തു. സോ നമുക്ക് ചില സമയത്ത് ഒരാളുടെ മാസ് ഒക്കെ തന്നിട്ട് അടുത്ത ആളുടെ മാസ് കാണാനായിട്ടൊക്കെ പറയും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മതി കേട്ടോ. ഇപ്പൊ ഇവിടെ മീഥെയിന്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ വാട്ടറിന്റെ എന്തായി? 2 ആയി. അങ്ങനെയാണെങ്കിൽ മീഥെയിന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആകുമ്പോ നമ്മുടെ വാട്ടർ വേപ്പറിന്റെ എന്താവും? 4 ആവും അല്ലെ. ആ ഒരു ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. സോ ഇങ്ങനെ ഒരു ഇക്വേഷനാ തന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് 1 mole of CH4 react with 2 mole of oxygen to give
1 mole of carbon dioxide and 2 mole of water. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് മോളാർ മാസിന്റെ ടേംസിൽ പറയാം. 16 gram CH4 react with 64 gram of oxygen to give 44 gram of carbon dioxide and 36 gram of water. Okay അല്ലേ? So അങ്ങനെ വേറൊരു ടേമിലും പറയാം. 22.4 liter CH4 react with 44.8 liter of oxygen to give 22.4 liter of carbon dioxide and 44.8 liter of water. Okay, ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ ഒരു മോള് ഓക്യുപ്പൈ ചെയ്ത വോളിയം ആണ് 22.4. ഇവിടെ ഒരു മോൾ ആയതുകൊണ്ട് 22.4, ഇവിടെ 2 മോൾ ആയതുകൊണ്ട് 22.4 into 2, അതായത് 44.8 ലിറ്റർ ആവും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോയിഷ്യോമെട്രിയുടെ പ്രോബ്ലംസ് വരിക? ഒരാളുടെ മാസ് തന്നിട്ട് മറ്റേ ആളുടെ ഇപ്പൊ റിയാക്ടന്റിന്റെ മാസ് തന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്തേലും ഉണ്ടായെന്ന് കണ്ടുപിടിക്കാനായിട്ടൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിനെയാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രി എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, കമന്റ് വന്നിട്ടുണ്ട്, മിസ്സേ അറ്റോമിക് മാസ് മെഷർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജന് പകരം കാർബൺ 12 ഉള്ള കാരണം എന്താണ്? അത് ഹൈഡ്രജനെ മാറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ലൈറ്റസ്റ്റ് എലമെന്റ് ആണ്. ഹൈഡ്രജനെ വെച്ച് സയന്റിസ്റ്റുകൾ ഈ അറ്റോമിക് മാസ് ഒക്കെ ചെയ്ത സമയത്ത് അവിടെ എന്ത് പറ്റി? അവിടെ കുറെ മിസ്റ്റേക്സ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ 12 എടുത്തിട്ട് ആ കാർബൺ 12 വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ അറ്റോമിക് മാസ് മെഷർ ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഫ്രണ്ടിലത്തെ ലൈവ് സെക്ഷനിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേര് ഓട്ടോ ഡിഡക്ടേഴ്സ്. ഇതിനും ഫ്രണ്ടിലത്തെ ലൈവ് കണ്ടാൽ മതി കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 1 കണ്ടാൽ മതി, അതിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സ്റ്റോയിഷ്യോമെട്രി പഠിച്ച സ്ഥിതിക്ക് സ്റ്റോയിഷ്യോമെട്രിയുടെ പ്രോബ്ലംസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. Find the volume of carbon dioxide formed when 50 gram of calcium carbonate is heated. Option A 22.4 liter, B 11.2 liter, C 30 liter, D 44.8 liter. നമുക്ക് CaCO3 ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം കണ്ടുപിടിക്കണം. ആരെയാ തന്നിരിക്കുന്നത്? ഹീറ്റ് ചെയ്യുന്ന CaCO3 നമ്മുടെ കാക്കോ3യുടെ മാസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. CaCO3 ഹീറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് ആരൊക്കെ ആയിരിക്കും? CaCO3 ഹീറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് ആരൊക്കെ ആയിരിക്കും? CaOയും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും. CaOയും കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? CaCO3യുടെ നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്താ? 1 ആണല്ലേ. ഇനി CaCO3യുടെ നമ്പർ ഓഫ് മോൾസ് 2 ആയാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസും ഓട്ടോമാറ്റിക്കലി എന്താവും? 2 ആവും. സോ CaCO3 ആണ്. CaCO3 ഗിവൺ മാസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ 50 gram ആണെന്ന് തന്നിട്ടുണ്ട്. CaCO3 മോളാർ മാസ് കാണാൻ പാടില്ലേ? മോളാർ മാസ് കണ്ടാൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ പാടില്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലേ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ നമ്മൾ ആദ്യം CaCO3യുടെ നമ്പർ ഓഫ് മോൾസ് കാണും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഈക്വൽ അല്ലേ? ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ വേറെ ഫോർമുലയും കൂടെ പഠിച്ചു. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടിയ 22.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും അല്ലെ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ റിയാക്ടന്റ് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാം. CaCO3 ഗിവിംഗ് CaO plus CO2. റിയാക്ടന്റിന്റെ സൈഡിൽ ഒരു കാൽസ്യം, പ്രൊഡക്റ്റിന്റെ സൈഡിലും ഒരു കാൽസ്യം. റിയാക്ടന്റിന്റെ സൈഡിൽ ഒരു കാർബൺ, പ്രൊഡക്റ്റിന്റെ സൈഡിലും ഒരു കാർബൺ. ഇനി റിയാക്ടന്റിന്റെ സൈഡിൽ 3 ഓക്സിജൻ, ഇപ്പുറത്തും 1 plus 2 3 ഓക്സിജൻ. സോ ബാലൻസ്ഡ് ഇക്വേഷൻ സെറ്റ് ആയി. ഇനി ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണണം. നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, സോ CaCO3 കാൽസ്യത്തിന്റെ അറ്റോമിക് മാസും കാർബണിന്റെ അറ്റോമിക് മാസും 3 into അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. കാൽസ്യത്തിന്റെ അറ്റോമിക് മാസ് 40 ആണ് കേട്ടോ. 40 പ്ലസ് കാർബണിന്റെ 12 ആണ്. 12 പ്ലസ് ഓക്സിജന്റെ 16 ആണ്. 3 ഓക്സിജൻ ഉണ്ടല്ലേ? സോ 3 into 16. So that will give you 40 plus 12 plus 48 which is nothing but 100 gram. Okay, അപ്പോ
മോളാർ മാസ് കിട്ടി. എത്ര കിട്ടിയേ? 100 gram. സോ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും മക്കളെ? നമ്പർ ഓഫ് മോൾസ് കാണാൻ given mass divided by molar mass ചെയ്താൽ മതി. സോ given mass 50 gram എന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ it will be 50 by 100 and that will give you 0.5 mole. 0.5 mole. So number of moles of CaCO3 കിട്ടി 0.5. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 0.5 ആയിരിക്കും അല്ലെ? 0.5 ആയിരിക്കും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും CaCO3യുടെ നമ്പർ ഓഫ് മോൾസും കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസും സെയിം ആണ്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി 0.5. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് വോളിയത്തിന്റെ ടേംസിലുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് വിൽ ബി given volume divided by 22.4 liter. So given volume divided by 22.4. So എന്തായിരിക്കും given volume എന്ന് പറയുന്നത്? Given volume will be 22.4 into 0.5. Okay, 22.4 into 0.5 എന്ന് പറഞ്ഞാൽ divide by 2 അല്ലേ? So 11.2 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. മക്കൾക്ക് ക്ലിയർ ആണോ? ഈ ഒരു പ്രോബ്ലം കിട്ടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു പ്രോബ്ലം സെറ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. നോക്കട്ടെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? പ്രോബ്ലം ക്ലിയർ ആണോ? ഈ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് വന്നോ? ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് വന്നോ? ഇല്ല, ആർക്കും ഡൗട്ട് ഇല്ല. ഓക്കെ, സോ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുവാണ്. ക്ലിയർ ആണല്ലേ? ഓക്കെ, സോ 16 gram of methane is burned. How much mass of carbon dioxide is produced? A 44 gram, B 65 gram, C 87 gram, D 9 gram. 16 gram methane burn ചെയ്യുവാണ്. എത്ര മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 16 gram മീഥേൻ ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നു? സിമ്പിൾ ആടാ. ആദ്യത്തെ പരിപാടി എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് CS4+2O2 ഗിവിംഗ് CO2+2H2O. നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 16 gram മീഥേൻ ബേൺ ചെയ്താൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവും? ഈ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ പരിപാടി കഴിഞ്ഞു. 90% പരിപാടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നിസ്സാരം, സിമ്പിൾ. CS4+2O2 giving CO2+2H2O. മീഥേന് നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് മാത്രം നമുക്ക് കണ്ടാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്താവും? 1 ആവും. ഇനി നമ്മുടെ മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആയാലോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്താവും? 2 ആവും. സോ ആദ്യത്തെ പരിപാടി നമ്മുടെ മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ളതാണ്. മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് കാണാം. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആ, ഹൈഡ്രജന്റെ 1 ആ. അപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട്. 4 × 1 + 12 16 gram കിട്ടും അല്ലെ? 16 കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസും 16 ആ, മോളാർ മാസും 16 ആ. സോ ഇറ്റ് വിൽ ബി 16 by 16 and that will give you 1. നമ്പർ ഓഫ് മോൾസ് കിട്ടി 1. നമ്പർ ഓഫ് മോൾസ് കിട്ടി 1. സോ മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ത് തന്നെയാ? 1 ആണ് കേട്ടോ. മീഥേന്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസും 1 ആ. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി 1. ഇനി CO2 അല്ലേടാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ? കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആ, ഓക്സിജന്റെ 16 ആ. 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 × 16 32 44 ആ. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആ. സോ ഗിവൺ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. സോ 1 × 44 and that will give you 44 gram as the mass of carbon dioxide formed. ഓക്കെ ആണോ? ആദ്യം നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ അങ്ങ് അടിച്ച് പൊളിച്ച് എഴുതി സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച്
അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്നതാണെന്ന് നോക്കി. നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ മീഥേന്റെ മാസ് ആണല്ലേ. സോ ഗിവൺ മാസും മോളാർ മാസും വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ ആദ്യം കണ്ടു. നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ കണ്ട ഈ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. മോളാർ മാസ് കാണാൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു മോളാർ മാസ് കാണാൻ നമുക്കറിയാം അല്ലെ. സോ given mass will be number of moles into molar mass, so it will give you 44 gram as the final answer. Okay, അടുത്തത് NEET 2023 യുടെ പ്രോബ്ലം ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മൾ ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർക്ക് ഈ ഒരു സെക്ഷൻ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏത് സെക്ഷനിൽ നിന്ന് എങ്ങനെ പ്രോബ്ലം വരും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ NEET 2023 യുടെ പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാണ്. വെയിറ്റ് ഓഫ് 2 moles of organic compound which is obtained by heating sodium ethanoate with sodium hydroxide in the presence of calcium oxide is A 32 gram, B 30 gram, C 18 gram, D 16 gram. Okay, ഒരു സോഡിയം എത്തനോയേറ്റ് എടുത്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഹീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. ഏത് റിയാക്ഷൻ ആടാ മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡും വന്നാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തുവാ? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഡീകാർബോക്സിലേഷൻ എന്ന് കേട്ട് തല കറങ്ങുമൊന്നും വേണ്ട. നിങ്ങൾ ഡീകാർബോക്സിലേഷനും റിയേജന്റ് കാണുമ്പോൾ പറയാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു 50 ദിവസത്തെ ലൈവ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റായിട്ട് പഠിക്കും. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നമ്മൾ പുല്ല് പോലെ സൂപ്പർ ആയിട്ട് തീർക്കും കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി തീർക്കുന്നതായിരിക്കും. ഈ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഡീകാർബോക്സിലേഷൻ ആണ്. സോ നമ്മുടെ അടുത്ത് സോഡിയം എത്തനോയേറ്റ് ഉണ്ടായിരുന്നു. സോഡിയം എത്തനോയേറ്റ് ഇതാണ് കേട്ടോ സോഡിയം എത്തനോയേറ്റ് എന്ന് പറയുന്നത്. ആ സോഡിയം എത്തനോയേറ്റ് സോഡിയം എത്തനോയേറ്റ് നമ്മുടെ NaOHും കാൽസ്യം ഓക്സൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് എലിമിനേറ്റ് ആയിട്ട് അവിടെ CH4 ഫോം ചെയ്യും, മീഥേൻ ഫോം ചെയ്യും. അപ്പൊ ഈ CH4 ആണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇവിടെ 2 മോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. വെയിറ്റ് ഓഫ് 2 moles ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, നമുക്കറിയാം അല്ലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി നമുക്ക് തന്നു 2 ആണ്. സോ 2 വിൽ ബി ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. സോ ഗിവൺ മാസ് എങ്ങനെ കാണും? 2 into മോളാർ മാസ്. CH4 അല്ലേ? CH4ന്റെ മോളാർ മാസ് കാണാൻ പറ്റും. CH4 കാർബണിന്റെ അറ്റോമിക് മാസ് 12 ഹൈഡ്രജന്റെ 1. So it will be 12 plus there are 4 hydrogens. So 4 into 1 that will give you 16 കിട്ടും കേട്ടോ. 16 gram കിട്ടും. So mass will be 2 into 16. അതായത് number of moles 2 ആണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 into 16 and that will give you 32 gram as the answer. സിമ്പിൾ അല്ലേടാ. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ് അല്ലേ. ഈ റിയേജന്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രി വരും, നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ അല്ലേ? സോ ഈ ഒരു സെക്ഷൻ നമ്മൾ സ്റ്റോഷിയോമെട്രിയുടെ സെക്ഷൻ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. സോ അടുത്ത സെക്ഷനിലേക്ക് പോട്ടെ. മക്കൾ റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ മക്കൾ റെഡിയാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. പൊക്കോ എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. മനസ്സിലായോ എന്താ അവസ്ഥ എന്നറിയണമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. എംപിറിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആ മക്കളെ. എല്ലാ പ്രാവശ്യവും
നീറ്റിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ഈ എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോൾ കോൺസെപ്റ്റ് നമ്മുടെ ഫസ്റ്റ് ലൈവ് സെക്ഷനിൽ മോൾ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ നീറ്റിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സെക്ഷനാണ്. അതേപോലെ തന്നെ നീറ്റിന് ഭയങ്കര സ്നേഹമുള്ളൊരു സെക്ഷനാണ് എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. കണ്ടാ ക്വസ്റ്റ്യൻ ഇടും. എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എവിടെ കണ്ടോ നീറ്റ് പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇടും. ഉറപ്പാ മക്കളെ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്നുണ്ടാവും. സോ എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. എംപിറിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതും അല്ലെ. ഫോർമുല എഴുതുന്ന സമയത്ത് ഇവരുടെ ഇടയിലുള്ള ഹോൾ നമ്പർ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് നമ്മുടെ എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെന്റ് ദ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്. ഒന്നുമില്ല, ഇപ്പൊ ബെൻസീൻ ആണെങ്കിൽ നമ്മുടെ ഫോർമുല C6H6 അല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് CH എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ. ഇങ്ങനെ CH എന്ന് റെപ്രസെന്റ് ചെയ്താ അത് എംപിറിക്കൽ ഫോർമുല ആവും കേട്ടോ. ഇനി CH എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ C6H6 കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താ അവനാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലാർ ഫോർമുല ഫുൾ ആയിട്ട് എത്ര ആറ്റം ഉണ്ട്, എത്ര കോമ്പൗണ്ട് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ അതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇറ്റ് ഷോസ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഇപ്പോ C6H12O6 ഇത് മോളിക്കുലാർ ഫോർമുല. എംപിറിക്കൽ ഫോർമുല എഴുതുമ്പോൾ CH2O എന്ന് എഴുതും അല്ലെ. അപ്പൊ അതാണ് മോളിക്കുലാർ ഫോർമുലയും എംപിറിക്കൽ ഫോർമുലയും. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എല്ലാം എഴുതുവാണെങ്കിൽ എംപിറിക്കൽ ഫോർമുല, അല്ല കറക്റ്റ് നമ്പർ ഒക്കെ കൊടുത്ത് എഴുതുവാണെങ്കിൽ അവനാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മള് നമ്മുടെ മോളിക്കുലാർ ഫോർമുലയും എംപിറിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഈ എംപിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എംപിറിക്കൽ ഫോർമുലയെ കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ പറ്റും, മോളിക്കുലാർ ഫോർമുല ആക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബെൻസീൻ ആണെങ്കിൽ മോളിക്കുലാർ ഫോർമുല C6H6 ആ, എംപിറിക്കൽ ഫോർമുല CH ആ. ഇതിന് ഒരു പർട്ടിക്കുലർ നമ്പർ N6 എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് മോളിക്കുലാർ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ നമുക്ക് പറയാം എംപിറിക്കൽ ഫോർമുലയെ N എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപിറിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല കിട്ടും. സോ മോളിക്കുലാർ ഫോർമുല കിട്ടാനായിട്ട് നമ്മൾ എംപിറിക്കൽ ഫോർമുലയെ N വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി എന്താ ഈ N എന്താ? N എന്ന് പറയുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. എംപിറിക്കൽ ഫോർമുല മാസും മോളാർ മാസും അവർക്കിടയിലെ റേഷ്യോ ആണ്. മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ് ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് മക്കളെ, പഠിച്ചു വെച്ചോണേ. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. An organic compound has a molecular weight 90 and its empirical formula is CHO2. Find the molecular formula. നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ട്, ആളുടെ മോളിക്കുലാർ വെയിറ്റ് ഓൾറെഡി നമുക്ക് തന്നു 90 ആണല്ലേ. എംപിറിക്കൽ ഫോർമുല ഉണ്ട് CHO2. Find the molecular formula. മോളിക്കുലാർ ഫോർമുല കാണാനാ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ, നമുക്ക് മോളിക്കുലാർ ഫോർമുല ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് N വാല്യൂ വേണം അല്ലേ. N വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ N will be molar mass divided by empirical formula mass. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എംപിറിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. എംപിറിക്കൽ ഫോർമുല മാസ്. സോ CHO2 കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. സോ എംപിറിക്കൽ ഫോർമുല മാസ് എന്തായിരിക്കും, 1 × 12 + 1 + 2 ഓക്സിജൻ ഉണ്ട്. സോ 2 × 16 and that will give you 45 as the empirical mass. Okay അല്ലേ? എംപിറിക്കൽ മാസ് സെറ്റ് ആയി. ഇനി N വാല്യൂ കാണാൻ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. എംപിറിക്കൽ ഫോർമുല മാസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മളുണ്ട്. മോളാർ മാസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. സോ N will be 90 divided by 45 and that will give you 2. 90 by 45 2. So
എംപിരിക്കൽ ഫോർമുലയിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. സോ മോളിക്കുലാർ ഫോർമുല വിൽ ബി C2H2O4. C2H2O4. CHO2 നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. C2H2O4. മക്കൾക്ക് ക്ലിയർ ആണോ? സെറ്റ് ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തരത്തില്ല. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്രാക്ക് ചെയ്യത്തില്ലേ? അത്ര സിമ്പിൾ ആയിട്ട് തരത്തില്ല. നമുക്ക് എംപിരിക്കൽ ഫോർമുലയും കൂടെ കാണണം. ഓക്കെ, എംപിരിക്കൽ ഫോർമുല നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തരത്തില്ല, നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല കാണുന്നത് എങ്ങനെയാ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഏകദേശം 90% ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഉണ്ടാവുക. A compound contain 4.07% hydrogen, 24.27% carbon and 71.65% of chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formula? Okay, നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ആൾക്ക് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അവളുടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. കാർബണിന്റെ പെർസെൻറ്റേജ് എത്രയാ തന്നിരിക്കുന്നത്? 24.27. ഹൈഡ്രജൻ പെർസെൻറ്റേജ് 4.07 ആൻഡ് ക്ലോറിന്റെ പെർസെൻറ്റേജ് 71.65. അപ്പൊ ആദ്യം എലമെന്റ്സ് എഴുതി, പിന്നെ പെർസെൻറ്റേജ് എഴുതി, പിന്നെ നമ്മൾ ഇവരുടെ അറ്റോമിക് മാസുകൾ എഴുതണം. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്, ഹൈഡ്രജന്റെ 1 ആണ്, ക്ലോറിന്റെ 35.5 ആണ് കേട്ടോ. സോ ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ് എഴുതി, പെർസെൻറ്റേജ് എഴുതി, അറ്റോമിക് മാസ് എഴുതി. ഇനി അടുത്തത് ഈ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അറ്റോമിക് മാസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ ആദ്യം എലമെന്റുകൾ എഴുതി, അറ്റോമിക് മാസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എഴുതി. സോ അടുത്തത് പെർസെൻറ്റേജിനെ നമ്മൾ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് ആദ്യം 4.07 നമ്മൾ 1.008 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 1.008 ഒന്നും വേണമെന്നില്ല കേട്ടോ, 1 നിട്ടാൽ മതി. കാർബണിന്റെ 12 നിട്ടാൽ മതി, ക്ലോറിന്റെ 35.5 നിട്ടാൽ മതി. കറക്റ്റ് അത്രയൊക്കെ മതി. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും എന്തായാലും ലാസ്റ്റ്. സോ അങ്ങനെ കിട്ടാൽ മതി കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് വാല്യൂസ് ഇടണമെന്നൊന്നും ഇല്ല. സോ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇറ്റ് വിൽ ബി 4.07 ഡിവൈഡ് ബൈ 1.008, 4.04. അടുത്തത് കാർബണിന്റെ 24.27% നമ്മൾ 12.01 വെച്ച് ഡിവൈഡ് ചെയ്യും. ദാറ്റ് വിൽ ഗിവ് യു 2.02. ആൻഡ് ക്ലോറിന്റെ 71.65% നമ്മൾ 35.45 വെച്ച് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് 2.02. ഓക്കെ, സോ എലമെന്റ് എഴുതി, പെർസെൻറ്റേജ് എഴുതി, അറ്റോമിക് മാസ് എഴുതി. പെർസെൻറ്റേജിനെ നമ്മൾ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. ഈ കിട്ടുന്ന റേഷ്യോ ഇല്ലേ, ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം. 4.04 ഉണ്ട്, 2.02 ഉണ്ട്, 2.02 ഉണ്ട്. അപ്പൊ ഈ 3 നമ്പേഴ്സിനെയും നമ്മൾ 2.02 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 4.04 ഡിവൈഡ് ബൈ 2.02, 2 കിട്ടും അല്ലേ. അടുത്തത് 2.02 ഡിവൈഡ് ബൈ 2.02, 1 കിട്ടും, താഴെയും 1 കിട്ടും. സോ നമ്മുടെ ആളുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇവരുടെ റേഷ്യോ അല്ല കിട്ടിയിരിക്കുന്നത്. ഒരു കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ക്ലോറിൻ ഉണ്ട്. സോ എംപിരിക്കൽ ഫോർമുല CH2Cl. ഇത്രയും ക്ലിയർ ആണോ? ഈ ഒരു എംപിരിക്കൽ ഫോർമുല വരെയുള്ള സ്റ്റെപ്പ് മക്കളെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം എലമെന്റ് എഴുതി, അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് എഴുതി, അറ്റോമിക് മാസ് എഴുതി. പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്തു. അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ബാക്കിയുള്ള എല്ലാ നമ്പറുകളെയും ഡിവൈഡ് ചെയ്തു. മക്കൾക്ക് ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണോ? മനസ്സിലായോ? സോ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടി. ഇനി സിമ്പിൾ ആണല്ലേ, മോളാർ മാസ് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി. എംപിരിക്കൽ ഫോർമുല മാസ് കാണാല്ലേ, CH2Cl ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ടല്ലേ. സോ 2 × 1.008 പ്ലസ് 35.45 ചെയ്യുമ്പോൾ നമുക്ക് 49.48 എന്ന് കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ മോളാർ മാസ് എത്രയാ? 98.96 ആ. So n value will be molar mass by empirical formula mass and that will give you 2 കിട്ടി. So
മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഈ CH2Cl നമ്മൾ 2 വച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ C2H4Cl2 ഇതായിരിക്കും നമ്മുടെ മോളിക്കുലർ ഫോർമുല. സ്റ്റെപ്പ് ക്ലിയർ ആണോ മക്കളെ? സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയാണ്, ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു സെക്ഷൻ, ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഇതാണ്. ഈ ഒരു എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല കാണാനുള്ള പ്രോബ്ലം അത് എന്തായാലും വന്നിരിക്കും, അത് ഉറപ്പാണ്. 100% ഷുവർ ആയിട്ടും നമ്മൾ പറഞ്ഞല്ല, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു പാർട്ടിയിൽ നിന്നായിരിക്കും കേട്ടോ. സോ എലമെന്റുകൾ എഴുതു, ആ റേഷ്യോ നമുക്ക് എംപിരിക്കൽ ഫോർമുല ആയിട്ട് എഴുതി. എംപിരിക്കൽ ഫോർമുല എഴുതിയ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് നമ്മൾ എന്ത് കാണും? എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ട മോളാർ മാസ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യും അല്ലേ? സിമ്പിൾ ആടാ. A compound X contains 32% of A, 20% of B and remaining percentage of C. Then the empirical formula of X is given atomic mass of A is 64, B is 40 and C is 32. A2BC2, ABC3, A2BC2, ABC4. Okay, ഒരു compound ഉണ്ട്, അതിനകത്ത് 32% A ആ, 20% B ആണ്, 48% എന്ന് കിട്ടും. 48%. ഓക്കെ അല്ലേ? 48% കിട്ടി, നമുക്ക് പെർസെൻറ്റേജ് കിട്ടിയിടാ. സോ ഇനി സിമ്പിൾ അല്ലേ? എയുടെ പെർസെൻറ്റേജ് ഉണ്ട്, ബിയുടെ പെർസെൻറ്റേജ് ഉണ്ട്, സിയുടെ പെർസെൻറ്റേജ് ഉണ്ട്. എയുടെ അറ്റോമിക് മാസ് ഉണ്ട്, ബിയുടെ അറ്റോമിക് മാസ് ഉണ്ട്, സിയുടെ അറ്റോമിക് മാസ് ഉണ്ട്. ഇനി എന്താ ഉള്ളത്? ഒന്നുമില്ല. മാസ് എഴുതുക, എലമെന്റ്സ് എഴുതുക, മാസ് എഴുതുക, പെർസെൻറ്റേജ് എഴുതുക. പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ നമ്പർ, അതിനകത്ത് ഏറ്റവും കുഞ്ഞു നമ്പർ എടുത്തിട്ട് നമ്മൾ സിമ്പിൾ റേഷ്യോ കാണുക. എംപിരിക്കൽ ഫോർമുല സെറ്റ് ആയില്ലേ? എംപിരിക്കൽ ഫോർമുല വരെ കണ്ടുപിടിച്ചാൽ മതി. സോ എലമെന്റ്സ് ആരൊക്കെയാ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അറ്റോമിക് മാസ് ഓഫ് എ എത്ര തന്നിരിക്കുന്നത്? 64, ബി തന്നിരിക്കുന്നത് 40, സി തന്നിരിക്കുന്നത് 32. പെർസെൻറ്റേജ്, എയുടെ പെർസെൻറ്റേജ് 32 ആ, ബിയുടെ പെർസെൻറ്റേജ് 20 ആ, സിയുടെ പെർസെൻറ്റേജ് 48 ആ. സോ അടുത്ത പരിപാടി എന്താ? പെർസെൻറ്റേജിനെ നമ്മൾ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 32 ഡിവൈഡഡ് ബൈ 64, 32നെ 64 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 64 × 2 ആണല്ലേ 32. സോ 1/2 എന്ന് കിട്ടും. അടുത്തത് 20/40, 20/40, 0 കട്ട് ചെയ്താൽ 1/2. അടുത്തത് 48/32, 48/32, 3/2 എന്ന് കിട്ടും. ഇനി 1/2 ആണോ 3/2 ആണോ ഏറ്റവും കുഞ്ഞു നമ്പർ? 1/2 അല്ലേ? അപ്പൊ ആ 3 നമ്പേഴ്സിനെ നമ്മൾ 1/2 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യും. സോ 1/2 ഡിവൈഡഡ് ബൈ 1/2, 1. 1/2 ഡിവൈഡ് ബൈ 1/2, 1. 3/2 ഡിവൈഡഡ് ബൈ 1/2 ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. സോ എ ഒരെണ്ണം, ബി ഒരെണ്ണം, സി 3 എണ്ണം. ABC3 ആയിരിക്കും നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ABC3 മക്കളെ സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു അല്ലേ? നിസ്സാരമായിട്ട് ചെയ്തെടുക്കാവുന്ന പ്രോബ്ലം ആയിരുന്നു. സിമ്പിളായിട്ടുള്ള നമ്പേഴ്സും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസും തരുന്നത് അല്ലേ? അത്ര വലിയ നമ്പേഴ്സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത നമ്പേഴ്സോ മണിക്കൂറുകൾ എടുത്ത് ചെയ്യേണ്ട വലിയ നമ്പേഴ്സ് ഒന്നും തരത്തില്ല. കുഞ്ഞു ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ തരത്തുള്ളൂ കേട്ടോ എക്സാമിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രീവിയസ് ഇയർ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. NEET 2021 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് നോക്കി എത്ര പ്രോബ്ലംസ് ആണല്ലേ ചോദിക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ ഇത്. സോ an organic compound contain 78% by weight carbon and remaining percentage hydrogen. The right option for the empirical formula of this compound is atomic weight of carbon is 12, hydrogen is 1. Option A CH, option B CH2, option C CH3, option D CH1. മക്കളൊന്ന് ആൻസർ കമന്റ് ചെയ്തേ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളൊന്ന് ചെയ്തിട്ടൊന്ന് ആൻസർ കമന്റ് ചെയ്തേ. ഓക്കെ, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, 78% കാർബൺ ആണ്, ബാക്കി പെർസെൻറ്റേജ് ഹൈഡ്രജനാ. അപ്പൊ ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കാണാൻ 100 - 78 ചെയ്താൽ മതി. 100 - 78 എത്ര കിട്ടും? 100 - 78 will give you 22%. So 22% ഹൈഡ്രജൻ. കാർബണിന്റെ അറ്റോമിക് വെയിറ്റ് ഉണ്ട്, ഹൈഡ്രജന്റെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ ഒന്ന് എംപിരിക്കൽ ഫോർമുല ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. ഒന്ന് എംപിരിക്കൽ ഫോർമുല കമന്റ് ചെയ്തേ നോക്കട്ടെ. ആർക്കാണ് ആദ്യം ആൻസർ കിട്ടുന്നത് നോക്കട്ടെ. ആരാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് ഈ ഒരു പ്രോബ്ലം? ആരാണ് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് നോക്കട്ടെ.
ഗൈസ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ചെയ്ത് തരാം കേട്ടോ. കാർബൺ 78% ഉണ്ട്, ഹൈഡ്രജൻ ആണ് ബാക്കി പെർസെൻറ്റേജ്. അതായത് 22% എന്താണ്? ഹൈഡ്രജൻ ആണ്. ആദ്യം നമ്മൾ പെട്ടി വരയ്ക്കാം. കാർബൺ, ഹൈഡ്രജൻ. കാർബൺ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1. ഇനി പെർസെൻറ്റേജോ? പെർസെൻറ്റേജ് കാർബണിന്റെ 78%, ഹൈഡ്രജന്റെ 22%. ഒന്നുമില്ല, ഡിവൈഡ് ചെയ്യുക. നമ്മുടെ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 78/12 ചെയ്യുമ്പോൾ 6.5 കിട്ടും. 22/1 22. സോ ചെറിയ കുഞ്ഞു നമ്പർ ഏതാ? പീക്കിരിക്കാൻ നമ്പർ ഏതാ? 6.5 ആണല്ലേ? 6.5 ആണ്. സോ 6.5 വെച്ച് ഇവര് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാം. സോ 6.5 divided by 6.5 1. 6.22 divided by 6.5 3.38. 3.38 നമുക്ക് 3 റൗണ്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫ്രാക്ഷൻസോ ഡിസിമൽസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. സോ 3 ഹൈഡ്രജനും 1 കാർബണും. CH3 ആയിരിക്കും എംപിരിക്കൽ ഫോർമുല. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ ആൻസർ C ആണ് കേട്ടോ. സോ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല സെറ്റ് ആണല്ലോ. ആദ്യം നമ്മൾ എംപിരിക്കൽ ഫോർമുല തന്നിട്ട് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ആദ്യം എലമെന്റുകൾ എഴുതുക, അവരുടെ അറ്റോമിക് മാസുകൾ എഴുതുക, പെർസെൻറ്റേജ് എഴുതുക. ഇനി ആ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കൊരു നമ്പർ കിട്ടും. അപ്പം കുറേ നമ്പേഴ്സ് കിട്ടുന്നുണ്ടാവും. ഈ നമ്പേഴ്സിനകത്ത് ഏറ്റവും കുഞ്ഞു നമ്പർ ഏതാണെന്ന് നോക്കുക. ആ ചെറിയ നമ്പർ വെച്ച് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനെയും അങ്ങ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഷ്യോ കിട്ടും. അതായിരിക്കും നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കാണുക. എന്ന് കാണാനായിട്ട് മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ആ എണ്ണിനെ നമ്മൾ എംപിരിക്കൽ ഫോർമുല ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോളിക്കുലാർ ഫോർമുല കിട്ടും കേട്ടോ. ഇനി ചില സമയത്ത് നമുക്ക് മോളാർ മാസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറഞ്ഞാൽ 2 into വേപ്പർ ഡെൻസിറ്റി ആണേ. അപ്പൊ മക്കൾക്ക് ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതിനു മുന്നേ മിസ് ഒന്നുകൂടെ പറയാണ്, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ടാവും. വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. എൻ്റെ മക്കൾ മസ്റ്റ് ആയിട്ടും എക്സാമിന് അപ്പിയർ ചെയ്യണം കേട്ടോ. എക്സാം മാർക്ക് കുറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കുന്നു ഒന്നും വിചാരിച്ചിരിക്കരുത്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത മക്കളെ നമുക്ക് എക്സാമിന് പഠിക്കാൻ പറ്റുക കേട്ടോ. അങ്ങനെ പതുക്കെ ഇങ്ങനെ മാർക്ക് കൂടിക്കോളും. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് എക്സാം കിട്ടുന്നതാണ്. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ 50 ദിവസം, ഇപ്പൊ 2 ദിവസമായി, ബാക്കി 48 ഡേയ്സും കൂടെ ഉണ്ട്. ഈ 48 ദിവസം പെർ ഡേ ഒരു 3 hours ലൈവ് ക്ലാസ്സിന് വേണ്ടി നമ്മളങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക. 3 hours കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ദിവസം കൊണ്ട് നീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈസി അല്ലേടാ, പെട്ടെന്ന് കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലേ. സോ എൻ്റെ മക്കൾ എന്തായാലും എല്ലാ ദിവസവും ഇവിടെ ലൈവിൽ ഉണ്ടായിരിക്കണം. ഇന്ന് എത്ര പേരുണ്ടോ നാളെ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം കേട്ടോ. എല്ലാവരും ആയിട്ട് വരിക, അടിപൊളിയായിട്ട് പഠിക്കുക. ബോർഡ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. എന്നാലും ടൈം കിട്ടുമ്പോൾ നമ്മൾ നീറ്റിൻ്റെ പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോകണം കേട്ടോ. രണ്ടും കൂടെ കൊണ്ടുപോകണം. സോ നമ്മൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മളൊരു ചാപ്റ്റർ നിയർലി തീരാറായിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ അടുത്ത ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ്, ഇവിടെ ഒരു ബർഗർ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബർഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ബർഗർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ബണ്ണിന്റെ 2 പീസ് വേണം. പിന്നെ എന്തൊക്കെ വേണം? നടുക്ക് വെക്കുന്ന ഒരു പാറ്റി, ബീഫിന്റെ ഒരു പാറ്റി വേണം. പിന്നെന്താ, നമുക്ക് ലെക്ടൂസ് വെക്കാം അല്ലേ. ഇവിടെ ലെക്ടൂസ്, ഇതാണ് മിസ്സിന്റെ ലെക്ടൂസ് കേട്ടോ. ലെക്ടൂസ് എല്ലാം വേണം അല്ലേ. അങ്ങനെയാണ് ഈ മിസ് ബർഗർ ഉണ്ടാക്കാൻ പോകുമ്പോൾ മിസ്സിന്റെ അടുത്ത് 4 പീസ് ബണ്ണുണ്ട്. പക്ഷെ മിസ്സിന്റെ അടുത്ത് 2 പീസ് പാറ്റി ഉണ്ട്. പക്ഷെ 1 പീസ് ലെക്ടൂസേ ഉള്ളൂ. ഈ ബർഗർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം വെക്കണ്ടേ? 2 പീസ് ബണ്ണും വെക്കണം, എൻ്റെ ഇടയ്ക്ക് ഒരു പാറ്റിയും വെക്കണം, ലെക്ടൂസും എല്ലാം വെക്കണം അല്ലേ. പക്ഷേ 4 ബണ്ണുണ്ട്, വേണമെങ്കിൽ 2 ബർഗർ ഉണ്ടാക്കാം. 2 പാറ്റിയുണ്ട്, ഓക്കെ, 2 ബർഗറിനുള്ള സെറ്റാണല്ലേ, 2 ബർഗർ തിന്നാം. പക്ഷേ 1 ലെക്ടൂസേ ഉള്ളൂ.
2 ബർഗർ ഉണ്ടാക്കാൻ പറ്റുമോ? ലെക്ടൂസ് ഇല്ലാണ്ട് ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് പറയാം നമ്മുടെ കേസിൽ 2 ബർഗർ ഉണ്ടാക്കുന്നതിന് നമ്മൾ ലിമിറ്റ് ചെയ്ത് ഇവിടെ ലെക്ടൂസ് കുറവായതുകൊണ്ട് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റാത്തത്. അല്ലെ നമുക്ക് സുഖമായിട്ട് 2 ബർഗർ ഉണ്ടാക്കായിരുന്നു. ഇതുപോലെ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം തീർന്നു പോകുന്ന ആളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ആ ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞ. ഓക്കെ, ദ റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജന്റ് ഓർ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ക്ലിയർ ആണോ? ദ റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്, ഓക്കെ, കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഈസി ആയിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്താന്ന് പഠിച്ചു. റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യമേ തീർന്നു പോകുന്ന ആളാണെന്ത്? നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് വെൻ 10 gram hydrogen react with 64 gram oxygen to form water. ഈ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻസിലുണ്ടല്ലോ ബേസിക്കലി 2 റിയാക്ടന്റിന്റെയും മാസ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും ബേസിക്കലി ഈ ഒരു സെക്ഷനിൽ നിന്ന് വരിക. 2 റിയാക്ടന്റ് ഉണ്ടെങ്കിൽ ആ 2 റിയാക്ടന്റിന്റെയും മാസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കേ. പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ മാക്സിമം വായിക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. മനസ്സിലാക്കിയ കെമിസ്ട്രി ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. കെമിസ്ട്രി ഭയങ്കര ഈസിയാണ് നിങ്ങളുടെ നീറ്റിന്റെ സിലബസിൽ. So, calculate the mass of water produced when 10 gram of hydrogen react with 64 gram of oxygen to form water. Okay, ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യാണ് അല്ലേ? വാട്ടർ ഫോം ചെയ്യാണ്. എങ്ങനെ എഴുതും റിയാക്ഷൻ? 2H2 plus O2 giving 2H3. ഇതല്ലേ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കി, 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ വാട്ടർ ഫോം ചെയ്യാണ് അല്ലേ? 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ വാട്ടർ ഫോം ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നമുക്ക് ആദ്യം മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ H2 മാസ്, മോളാർ മാസ്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, 2 എണ്ണം ഉള്ളോട് 2 × 1 2. ഇനി അടുത്തത് O2 നമുക്കറിയാം ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, 2 എണ്ണം ഉള്ളോട് 2 × 16 32 ആണ് കേട്ടോ. 32 ആണ്. ഓക്കെ, അടുത്തത് വാട്ടർ ആണെങ്കിൽ 2 × 1 + 16 18 gram/mol ആണ് നമ്മുടെ വാട്ടറിന്റെ മോളാർ മാസ്. സോ ആദ്യം ഹൈഡ്രജന്റെ മോൾസ് കാണാം. ഹൈഡ്രജന്റെ മാസ് എത്രയാ തന്നിരിക്കുന്നത്? 10 gram ഹൈഡ്രജൻ 64 gram ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ 10 gram ഹൈഡ്രജൻ, സോ number of moles will be given mass by molar mass. So 10/2 5 moles ആയിരിക്കും നമ്മുടെ ഹൈഡ്രജന്റെ മോൾസ്. ഇനി ഓക്സിജൻ ആണെങ്കിലോ ഗിവൺ മാസ് എത്രയാ? 64/32 2 moles. 5 മോൾ ഹൈഡ്രജൻ 2 മോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞ് നമ്മുടെ കണ്ടുപിടിച്ചതനുസരിച്ച്. ഇനി നമ്മുടെ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഒന്ന് എടുത്ത് വെച്ച് നോക്കിക്കേടാ. ഇവിടെ 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണമായിരുന്നു. ഇവിടെ മോൾസ് ഓഫ് ഓക്സിജൻ എത്ര കണ്ടുപിടിച്ചത്? 2 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ 2 മോൾ ഓക്സിജന് 4 മോൾ ഹൈഡ്രജൻ വേണം. പക്ഷെ ഇവിടെ 5 മോൾ ഉണ്ട്. കൂടിപ്പോയല്ലേ? 2 മോൾ ഓക്സിജന് 4 മതി, പക്ഷെ 5 ഉണ്ട്. അപ്പൊ ഇവിടെ H2 എന്ന് പറയുന്നത് കൂടുതലാ, ഓക്സിജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് ഏജന്റ്. കത്തിയോ എങ്ങനെയാന്ന്? ഇത് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. ഇവിടെ നമ്മൾ 2 മോള് ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 മോള് ഹൈഡ്രജൻ മതി. 5 മോൾ ഉണ്ട്, ഹൈഡ്രജൻ കൂടുതലാ. സോ ഓക്സിജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? So 2 moles hydrogen react with 1 mole of oxygen. So 2 mole of oxygen need 2 × 2 4 mole of hydrogen. So oxygen is a limiting reagent. ഇനി സിമ്പിളാ, വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ചാൽ പിന്നെ പരിപാടി സിമ്പിളാ. നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് നോക്കിക്കേ, 1 മോൾ ഓക്സിജൻ
2 മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഓക്സിജന്റെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 മോള് ഓക്സിജൻ എത്ര മോള് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും? 4 മോള് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. സോ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് 4. മോളാർ മാസ് ഉണ്ട്. സോ ഗിവൺ മാസ് വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ പോരെ. സോ 1 മോൾ ഓക്സിജൻ 2 മോള് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്താൽ 2 മോള് ഓക്സിജൻ 4 മോള് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി 4 into 18 ദാറ്റ് വിൽ ഗിവ് യു 72 gram. ഓക്കെ ആണോ? 72 gram ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 റിയാക്ടന്റുകളുടെയും മാസ് തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ അത് ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. നീറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 മോൾസ് ഓഫ് NH3. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 40. ഓക്കെ, എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം 20 മോൾ ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യാൻ? ഇതാണല്ലേ ക്വസ്റ്റ്യൻ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ മക്കളെ ആദ്യം ചെയ്യേണ്ടത്? ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാം. ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെ വരും? N2 plus 3H2 giving 2NH3. N2 plus 3H2 giving 2NH3. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്നാ? 20 മോള് NH3 പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മോള് ഹൈഡ്രജൻ വേണം? ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയേ. 3 മോള് ഹൈഡ്രജൻ 2 മോൾ NH3 ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മോൾ NH3 പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണമായിരിക്കും? എത്ര മോള് വേണമായിരിക്കും? ബേസിക് കാൽക്കുലേഷൻ പോരെടാ. ബേസിക് കാൽക്കുലേഷൻ പോരെ. 2 into 10 അല്ലേ 20. അങ്ങനെയാണെങ്കിൽ 30 H2 വേണമായിരിക്കും കേട്ടോ. സിമ്പിളാ. 3 മോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസസ് 2 മോൾസ് ഓഫ് NH3. സോ 2 മോള് 3 മോള് പ്രൊഡ്യൂസ് ചെയ്യും. 2 മോൾ NH3 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 20 മോൾ NH3 പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും? 30 മോള് ഹൈഡ്രജൻ ആയിരിക്കും. സോ 30 ആണ് ആൻസർ. സിമ്പിൾ. ബേസിക് കാൽക്കുലേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷനും ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാനും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലം. 1 മിനിറ്റ് പോയിട്ട് ഒരു 10 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല കേട്ടോ. സോ അതാണ് ലിമിറ്റിംഗ് റിയേജൻസിനെ പറ്റിയുള്ള സെക്ഷൻ. മക്കൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു സെക്ഷനിൽ? അപ്പോൾ നമുക്ക് അറിയാലോ ഇനി കുറച്ച് ദിവസങ്ങൾ 48 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് നീറ്റ് യൂട്യൂബ് ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. മക്കൾ എന്തായാലും ലൈവ് സെക്ഷൻ എല്ലാ ദിവസവും ഇവിടെ പ്രസന്റ് ആയിരിക്കണം കേട്ടോ. ലൈവിൽ കയറുക, ഡൗട്ട് വരുന്നത് അപ്പൊ അങ്ങ് കമന്റ് ഇട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക. സെറ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ, എത്ര ചാപ്റ്റർ ആണോ ഉള്ളത്? 79 ചാപ്റ്റേഴ്സ് സംതിങ് ആണല്ലേ. ആ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മുടെ വേവിധ പ്ലാറ്റ്ഫോമിൽ പോവുക. എല്ലാ ദിവസവും മോക്ക് എക്സാമുകൾ ഉണ്ടാവും. മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നീറ്റ് എക്സാം വരുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താടാ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പോയിട്ട് എഴുതാൻ പറ്റും. എക്സാം ഈസി ആയിരിക്കും. നമ്മൾ അടുത്ത ഇയറിൽ, നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഇരുന്ന് ഈ ഒരു ടൈമിലൊക്കെ പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതായിരിക്കണം നിങ്ങളുടെ ഡ്രീം. ആ ഡ്രീമിലേക്ക് നിങ്ങൾ ഈ ഒരു 48 ഡേയ്സ് അങ്ങ് മാറ്റി വെക്കുക. ഈ 48 ദിവസം നിങ്ങൾ പഠിക്കണം. അത് മാത്രമേ ചിന്ത പാടുള്ളൂ കേട്ടോ. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് വരികയാണ്. ലാസ്റ്റ് സെക്ഷൻ ആണ്, അതാണ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ കുറച്ച് സോൾവെന്റ് എടുക്കും. സോൾവെന്റ് എടുത്തിട്ട്, സോൾവെന്റ് ആണ് ഇത്. ഈ സോൾവെന്റിനകത്തേക്ക് നമ്മുടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലെ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ കോൺസെൻട്രേഷനെ കാണിക്കുക. ഓക്കെ, ഒരു ഗിവൺ സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ റിയാക്ഷൻ, ആ ഒരു സൊല്യൂഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷനെ നമ്മൾ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, ഇനിയുണ്ട് മാസ് പെർസെൻറ്റേജ്, നോർമാലിറ്റി,
ppm, ppb, വോളിയം പെർസെൻറ്റേജ് അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ലൈവില്, നമ്മുടെ നാളത്തെ ലൈവില് നമ്മുടെ പൂജ മിസ് നമ്മുടെ +2 കെമിസ്ട്രി സൊല്യൂഷൻസിന്റെ ചാപ്റ്ററിൽ അടിപൊളിയായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഈ ഒരു 4 പേരെ ഒന്ന് നോക്കിയപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പൂജ മിസ് നാളെ ലൈവിൽ പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ, മാസ് പെർസെൻറ്റേജ്. എന്തായിരിക്കും മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ? മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ആയിരിക്കും കേട്ടോ. സോ മാസ് പെർസെൻറ്റേജ് വിൽ ബി മാസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ടോട്ടൽ സൊല്യൂഷൻ, ടോട്ടൽ മാസ് ഇൻറ്റു 100. ഈ ഫോർമുല മതിയിടാ. മാസ് ഓഫ് സൊല്യൂട്ട് ചിലപ്പോൾ സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ വരാറുണ്ട് കേട്ടോ. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഫോർമുല പഠിച്ചോ, ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. പഠിച്ചോ. മാസ് പെർസെൻറ്റേജ് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. സോ ഫോർമുല പഠിച്ചോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഫോർമുല പഠിച്ചെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞേ. ഫോർമുല പഠിച്ചോ? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല കിട്ടിയോ നിങ്ങൾക്ക്? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല കിട്ടിയോ? സെറ്റ് ആണോ? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? സോ നമുക്ക് മാസ് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. മാസ് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള പ്രോബ്ലം. A solution is made by adding 4 gram of a substance to 16 gram of water. Calculate the mass percentage of the solute. 4 gram എടുത്തിട്ട് 16 gram വെള്ളത്തിലിട്ടു. 4 gram അളവ് കുറവുള്ള ആള് സൊല്യൂട്ടും കൂടുതലുള്ള ആള് സോൾവെന്റും ആണ് കേട്ടോ. 4 gram സൊല്യൂട്ട് എടുത്തിട്ട് 16 gram വെള്ളത്തിലിട്ടാ അവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂട്ട് എങ്ങനെ കാണും? മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 ആണല്ലേ? അതല്ലേ ഫോർമുല? സൊല്യൂട്ടിന്റെ മാസ് ഉണ്ട് 4 ഗ്രാമാ. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷന്റെ മാസ് എങ്ങനെ കാണും? മാസ് ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെന്റ്. അതായത് 4 + 16 20 ഗ്രാം ആയിരിക്കും നമ്മുടെ സൊല്യൂഷന്റെ മാസ്. So mass percentage will be mass of the solute, അതായത് 4/20 into 100, 4/20 into 100 കട്ട് ചെയ്യാല്ലേ? 5 4 20. So 100/5 20% ആൻസർ കിട്ടും. 20%. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. A solution contain 20 gram glucose in 100 gram water. 20 gram glucose എടുത്തിട്ട് 100 gram വാട്ടറിലിട്ടു. Calculate the mass percentage of glucose and water. നമുക്ക് ഗ്ലൂക്കോസിന്റെയും വാട്ടറിന്റെയും മാസ് പെർസെൻറ്റേജ് കാണണം. മാസ് പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സൊല്യൂഷന്റെ മാസ് കാണണം. 20 gram ഗ്ലൂക്കോസ് എടുത്ത് 100 gram വാട്ടറിലിട്ടു. മാസ് ഓഫ് ദി സൊല്യൂഷൻ ഒന്നും കണ്ട് 100 gram ഇട്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കരുത്. മൊത്തത്തിൽ തെറ്റിപ്പോ. മക്കളെ ക്വസ്റ്റ്യൻ വായിക്കുക, മര്യാദയ്ക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇവിടെ എത്രയായിരിക്കും? 20 + 100, അതായത് 120 gram ആയിരിക്കും. 120 gram ആയിരിക്കും നമ്മുടെ സൊല്യൂഷന്റെ മാസ്. So mass percentage of the glucose will be mass of glucose by mass of solution into 100. So 20/120 into 100, that will give you 16.6%. Clear അല്ലേ? അടുത്തത് വാട്ടറിന്റെ പെർസെൻറ്റേജ് കാണണം. വാട്ടറിന്റെ പെർസെൻറ്റേജ് will be mass of water divided by mass of the solution into 100. So it will be 100/120 into 100. So കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 83.33% കിട്ടും. 83.33%. സോ മാസ് പെർസെൻറ്റേജ് സെറ്റാക്കി അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ ആളാണ് മോൾ ഫ്രാക്ഷൻ. ഇനി വളരെ കുറച്ച് ടൈമും കൂടി ഉള്ളൂ. ഈ ഒരു ലൈവ് ഇപ്പൊ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ? നമ്മുടെ കൈക്കുള്ളിലായല്ലേ? നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് 3 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയുടെ 3 പ്രോബ്ലംസ് നമ്മുടെ കൈക്കുള്ളിലായി, നമ്മൾ സെറ്റായി അല്ലേ? സോ മോൾ ഫ്രാക്ഷൻ 2 3 ടോപ്പിക്കും കൂടി ഇരുന്നാ ക്ലിയർ. സോ മോൾ ഫ്രാക്ഷൻ എന്താണെന്നറിയാമോ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ എന്തായാലും നമ്മളൊരു പിസ്സ കഴിക്കാൻ പോയേ. നല്ലൊരു പിസ്സ ഹട്ടിൽ പോകാം നമുക്ക്.
പിസ്സ ഹട്ടിൽ പോയിട്ട് നമ്മൾ പിസ്സ കഴിക്കാൻ പോയി. സോ ഇതാണ് നമ്മുടെ പിസ്സ. എത്ര പീസ് ഉണ്ട്? 1 2 3 4 5 6 7 8 8 പീസ് ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങ് തിന്നാൻ വേണ്ടി എടുത്തു. സോ 1/8. അപ്പൊ അതിനകത്തുനിന്ന് ഒരെണ്ണം ഞാനിങ്ങ് എടുത്തല്ലേ. ഇതല്ലേ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ ഫ്രാക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതേപോലെ തന്നെ മോൾസിന്റെ ഫ്രാക്ഷൻ ആണ്. മോൾസിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയാ. മോളുകളുടെ ഫ്രാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണന്റ്സ്. ഇപ്പൊ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ. എ എന്ന് പറയുന്ന ആള് സോൾവെന്റാ, ബി എന്ന് പറയുന്ന ആള് സൊല്യൂട്ടാ. ഓക്കെ, എ എന്ന് പറയുന്ന ആള് നമ്മുടെ സോൾവെന്റ്. കുറേ ഉണ്ട് കേട്ടോ. എ എന്ന് പറയുന്ന ആള് സോൾവെന്റാ, ബി എന്ന് പറയുന്ന ആള് നമ്മുടെ സൊല്യൂട്ടാ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ സൊല്യൂഷൻ ആക്കി. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും ഉണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്മള് കൈ എന്നാ റെപ്രസെന്റ് ചെയ്യുക. കൈ ആണ് റെപ്രസെന്റ് ചെയ്യുക. കൈ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി മക്കളെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു തരട്ടെ. ഇവിടെ ആ പാടെ 2 കമ്പോണന്റ് അല്ലേ ഉള്ളൂ. 2 കമ്പോണന്റ് ഉള്ളെങ്കിൽ ഇവരുടെ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും കേട്ടോ. ഇവരുടെ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. കൈ എ പ്ലസ് കൈ ബി will equal to 1. ഓക്കെ ആണോ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. Number of moles will be given mass divided by molar mass. Okay അല്ലേ? So problem. If 4 moles of alcohol and 6 moles of water are mixed, then calculate the mole fraction of each component. 4 mole ആൽക്കഹോളും 6 mole വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. നമുക്ക് ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 4 മോൾ ആൽക്കഹോളും 6 മോൾ വാട്ടറും അല്ലേ ഉള്ളൂ. 4 + 6 10 ആയിരിക്കും അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് 4/4 + 6. 4/10 0.4. വാട്ടറിന്റെയോ 6/10 0.6. 0.4ഉം 0.6ഉം കൂടെ കൂട്ടിയാൽ എത്രയാ മക്കളെ? 1 ആണ് കേട്ടോ. 2 കമ്പോണൻസേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ അവരുടെ എല്ലാം മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേട്ടിക്കോണം കേട്ടോ തലയ്ക്കകത്തോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഇനി 2 പേരും കൂടെ ഉള്ളു. മൊളാരിറ്റിയും 2 ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. മൊളാരിറ്റിയും ഒരാൾക്ക് മറുകൊണ്ട് അടുത്ത ആൾക്ക് മറുകില്ല എന്ന് പറയുന്നത് പോലെ അത്ര സിമിലർ ആയിട്ടുള്ള ആളാണ് മൊളാരിറ്റിയും. ഓക്കെ, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് ദ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനില് നമ്മുടെ സൊല്യൂട്ടിന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് അതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ എം ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. ക്യാപിറ്റൽ എം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ മൊളാരിറ്റി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ മക്കളെ, ഈ ഒരു ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. മൊളാരിറ്റി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ക്ലിയർ ആണോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ in liters. Number of moles കാണാൻ നമുക്കറിയാലേ. given mass divided by molar mass. വോളിയം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ടാവും. സൊല്യൂഷന്റെ വോളിയം. ഓക്കെ അല്ലേ? സോ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. മൊളാരിറ്റിയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സെക്ഷൻ നമ്മൾ അടുത്ത സൊല്യൂഷൻസിന്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ ചിലപ്പോൾ ബൈമോളാർ എന്നൊക്കെ ആയിരിക്കും. ബൈമോളാർ ആണെങ്കിൽ മൊളാരിറ്റി 2 ആണ്. സെമി മോളാർ ആണെങ്കിൽ മൊളാരിറ്റി 0.5 ആണ്. ഡെസി മോളാർ ആണെങ്കിൽ 0.1 ആണ്. സെന്റി മോളാർ ആണെങ്കിൽ 0.01 ആണ്. സോ ബൈമോളാർ മൊളാരിറ്റി 2, സെമി മോളാർ 0.5, ഡെസി മോളാർ 0.1, സെന്റി മോളാർ 0.01. ഓക്കെ അല്ലേ? 4 പേരും കൂടെ പഠിക്കണം കേട്ടോ. നിസാരം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. Calculate the molarity of a solution containing 5 gram NaOH in 450 ml solution. 5 gram NaOH ഉണ്ട്.
450 milliliter of the solution. ആദ്യം മൊളാരിറ്റിയുടെ ഫോർമുല ഒന്ന് മനസ്സിലാലോചിച്ചേ. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണല്ലേ. സോ NaOH ആണ് നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. സോ 5 ഡിവൈഡഡ് ബൈ NaOH ആ. Na സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 പ്ലസ് ഓക്സിജന്റെ 16 140 കിട്ടും കേട്ടോ. So moles will be 5 by 40, that is 0.125 mole. Volume 450 ml അല്ലേ. മില്ലിലിറ്ററിലെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. So it will be 450 divided by 1000 and that will give you the volume in liters. So substitute here. Molarity will be equal to number of moles of solute divided by volume of the solution in liters. So 0.125 divided by 450 by 1000. താഴെ ഡിവിഷൻ വരുമ്പോൾ മേളിൽ പോയി മൾട്ടിപ്ലിക്കേഷൻ ആയി. സോ നമുക്ക് 0.278 മോളാർ എന്നുള്ള ആൻസർ ഇട്ടോ. 0.278 മോളാർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആണോ? സെറ്റായോ? കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. സോ നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. Find the mass of Na2CO3 present in 100 ml of 3 molar solution. 3 molar solution. Molarity already കിട്ടി. 3 ആണ്. Now volume of the solution ഉണ്ട്. 100 ml ആ volume of the solution എന്ന് പറയുന്നത്. മാസ് ആ കണ്ടുപിടിക്കണ്ടേ. മാസ് കണ്ടുപിടിക്കാൻ സിമ്പിളാ. ഇനി ബാക്കിയെല്ലാം ഉണ്ടല്ലേ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. So first മോൾസ് കാണാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. Na2CO3 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് കാണാൻ 2 into 23 plus കാർബണിന്റെ 12 plus 3 into 16 ചെയ്താൽ മതി. That will give you 106 gram. 106 gram. So വോളിയം എന്ന് പറഞ്ഞാൽ 100 divided by 1000. മില്ലിലിറ്ററിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. സോ മൊളാരിറ്റി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മൊളാരിറ്റി വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? മൊളാരിറ്റി 3 will be equal to number of moles divided by number of moles divided by volume of the solution ആണല്ലേ. So given mass divided by molar mass divided by 100 by 1000. 100 by 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 0.3 into 106 കിട്ടും. സോ 31.8 എന്ന് കിട്ടും കേട്ടോ. 31.8 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ മാസ് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. മൊളാരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നതേ ഉള്ളടാ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. What is the molarity of 5.3 gram of Na2CO3 dissolved in 400 ml of the solution? ഓക്കെ, മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി കണ്ടുപിടിക്കണം. 5.30 gram. ഗിവൺ മാസ് തന്നിട്ടുണ്ട്. മോളാർ മാസ് ഉണ്ട്. വോളിയം ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ 5.3 ഡിവൈഡ് ബൈ 105.9. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.05004 എന്ന് കിട്ടും. ഓക്കെ, 0.05004 എന്ന് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമുക്ക് ആരെയാ വേണ്ടേ? നമുക്ക് വേണ്ടത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമുക്ക് വോളിയം 400 ml ആണ്. നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 400 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. സോ മൊളാരിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് കിടക്കുമല്ലേടാ, വോളിയം കിടക്കുമല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരാം 0.125 എന്ന് വരും കേട്ടോ. 0.125 എന്ന് വരും. മക്കളെ, നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യണം. മിസ് ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ മിസ് ഇത്ര പ്രോബ്ലം ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ പിന്നെയും പറയാണ്, നിങ്ങളൊരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 100 പ്രോബ്ലം എങ്കിലും ചെയ്യണം കേട്ടോ. അത്രയും പ്രോബ്ലം ചെയ്താലാണ് ആ ഒരു ചാപ്റ്റർ നമ്മുടെ മൈൻഡിൽ നിൽക്കുക കേട്ടോ. ഒരു തിയറി പാർട്ട് പഠിക്കുക, പ്രോബ്ലം ചെയ്യുക, തിയറി പാർട്ട് പഠിക്കുക, പ്രോബ്ലം ചെയ്യുക. ആ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? സോ അടുത്തത് മൊളാരിറ്റി ഓൺ ഡൈല്യൂഷൻ. നമ്മളൊരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സൊല്യൂഷനിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ് അല്ലേ. അപ്പൊ എൻ്റെ ആദ്യത്തെ സൊല്യൂഷന്റെ മൊളാരിറ്റി M1 ആയിരുന്നു.
വോളിയം V1 ആണ്. രണ്ടാമത്തെ സൊല്യൂഷന്റെ മൊളാരിറ്റി M2 ആണ്, വോളിയം V2 ആണ്. സോ M1 V1 എന്ന് പറയുന്നതായിരിക്കും M2 V2. അതായത് ഡൈല്യൂഷന് മുന്നേ ഉള്ള മൊളാരിറ്റിയുടെ വോളിയത്തിന്റെ പ്രൊഡക്റ്റ് will be equal to M2 V2. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 0.2 molar 100 ml of HNO3 solution is diluted with 100 ml of water. Find the new molarity. നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നേ, അതിന്റെ മൊളാരിറ്റി 0.2 ആണ്, വോളിയം 100 ml ആണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 100 ml വെള്ളവും കൂടെ ഒഴിച്ചാൽ അവിടുത്തെ വോളിയം എന്തായി? 200 ml ആയി, 200 ml ആയി. സോ M1 V1 ഈക്വൽ ടു M2 V2. രണ്ടാമത്തെ മൊളാരിറ്റി നമുക്ക് ഈസി ആയിട്ട് കാണാൻ പാടില്ലേടാ മക്കളെ? സിമ്പിൾ അല്ലേ, നിസ്സാരം അല്ലേ? So M1 V1 will be equal to M2 V2. So 0.2 into 100 will be equal to M2 into 200. So M2 will be 0.1. Okay ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? സെറ്റായോ? ഓക്കെ. സോ ഇനി അടുത്ത ഒരു ചെറിയ ഫോർമുലയും കൂടെ ഉണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് മൊളാരിറ്റി ഓഫ് ദ മിക്സ്ചർ ആണ്. ഒരു മിക്സ്ചർ എനിക്ക് ആദ്യത്തെ സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷന്റെ മൊളാരിറ്റി M1 ആ, വോളിയം V1 ആ. രണ്ടാമത്തെ സൊല്യൂഷൻ ഉണ്ട്, അയാളുടെ മൊളാരിറ്റി M2 ആ, വോളിയം V2 ആ. രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കി. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടിങ് സൊല്യൂഷന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് M1 V1 പ്ലസ് M2 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ആണ് കേട്ടോ. M1 V1 പ്ലസ് M2 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. M1 എന്ന് പറയുന്നത് ആദ്യത്തെ സൊല്യൂഷന്റെ മൊളാരിറ്റി, M2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സൊല്യൂഷന്റെ മൊളാരിറ്റി, V1 എന്ന് പറയുന്നത് ആദ്യത്തെ സൊല്യൂഷന്റെ വോളിയം, V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സൊല്യൂഷന്റെ വോളിയം. ഈ ഒരു ഫോർമുലയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. സോ NEET 2024 ക്വസ്റ്റ്യൻ ആണ്. The amount of glucose required to prepare 250 ml of M by 20 aqueous solution is molar mass of glucose 180 gram per mole, A 2.25, B 4.5, C 0.44, D 1.125. മക്കളെ മൊളാരിറ്റി തന്നിട്ടുണ്ട് M by 20, വോളിയം തന്നിട്ടുണ്ട് 250 ml ഡിവൈഡ് ബൈ 1000 ചെയ്താൽ ലിറ്ററിലേക്കായി. ഗ്ലൂക്കോസിന്റെ മാസ് തന്നിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടത്തില്ലേടാ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് കാണാൻ വോളിയം ഇൻറ്റു മൊളാരിറ്റി ചെയ്താൽ മതി. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 250 ml വോളിയത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു ലിറ്ററിലേക്ക് ബൈ ഡിവൈഡിങ് ഇൻടു 1000. സോ ഇറ്റ് വിൽ ബി 0.25 ലിറ്റർ. Now number of moles എന്ന് പറയുന്നത് മൊളാരിറ്റി, അതായത് 1/20 ഇൻറ്റു വോളിയം ചെയ്തു. സോ ഇറ്റ് വിൽ ബി 0.25 by 20. സോ 0.0125 മോളിന് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേടാ. നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, മോളാർ മാസ് ക്വസ്റ്റ്യനിലുണ്ട്. ഗിവൺ മാസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. സോ 0.0125 into 180 and that will give you 2.25 gram as the mass of the ഗ്ലൂക്കോസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാ. മൊളാരിറ്റി ഉണ്ട്, ഓൾറെഡി മൊളാരിറ്റി ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് മൊളാരിറ്റി ഉണ്ട്, വോളിയം ഉണ്ട്, മോളാർ മാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ മൊളാലിറ്റി. മൊളാലിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. സ്മോൾ ലെറ്റർ M, അതുകൊണ്ട് നമ്മുടെ ഡിനോമിനേറ്ററിൽ സോൾവെന്റ് ആണ് ഓർത്ത് വെച്ചുകൊണ്ടാൽ മതി കേട്ടോ. അവിടെ ക്യാപിറ്റൽ M ആയിരുന്നു, വലിയ ആളാ. സോ നമ്മുടെ ഡിനോമിനേറ്ററിൽ സൊല്യൂഷനാ, ഇവിടെ നമ്മുടെ സോൾവെന്റാ, കുഞ്ഞിക്കായ. സോ സ്മോൾ ലെറ്റർ M ആണ് യൂസ് ചെയ്യുന്നത്. മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഗ്രാമിലായിരിക്കും കേട്ടോ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റിലും നമ്മുടെ മാസ് ഉണ്ടാവുക. ഗ്രാമിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കിലോഗ്രാമിലേക്ക് ആക്കാൻ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി കേട്ടോ. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാൻ പോവാണ്. Calculate the molarity of 2.5 gram of ethanoic acid. 2.5 gram of ethanoic acid ന്റെ molarity കാണാനായിട്ട് പോവാണ്. And that is present in 50 gram of benzene. 50 gram ബെൻസീനകത്ത് നമുക്ക് ഉള്ള 2.5 gram of ethanoic acid ഉണ്ട്. അതിന്റെ molarity കാണാൻ പോവാണ്.
മൊളാലിറ്റി കാണാനായിട്ടുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്. ഓക്കെ, സെറ്റ് ആണ്. ആവണി സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. 2 പ്രോബ്ലം കൂടെ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററെ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. So moles of solute will be given mass divided by molar mass. Given mass 2.5 ആണ്. CH3COOH ആണ്. സോ നമുക്ക് മോളാർ മാസ് കാണാൻ അറിയാലേ. കാർബൺ 2 കാർബൺ ഉണ്ട്. സോ 12 into 2 പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ട്. 4 into 1 പ്ലസ് 2 ഓക്സിജൻ ഉണ്ട്. 2 into 16 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. സോ മോൾസ് will be 2.5 divided by 60. That will give you 0.0417 mole. Now ബെൻസീന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 50 gram ആണല്ലേ. So 50 by 1000 it will give you 0.05 kilogram. So molarity will be given mass number of solute divided by mass of the solvent. So 0.0417 divided by mass ചെയ്യുമ്പോൾ നമുക്ക് 0.834 എന്ന് കിട്ടും കേട്ടോ. സോ അടുത്തത് NEET 2019 ഒരു പ്രോബ്ലം ആണ്. The density of 2 molar aqueous solution of NaOH is 1.28 gram per centimeter cube. The molarity of the solution is given that molar mass of NaOH is 40 gram per mole. Okay, molality കാണാനുള്ള ഫോർമുല എന്താ? Given mass divided by molality കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ആണല്ലേ. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ട് 2 മോൾ. അതിന്റെ അർത്ഥം എന്താ? 2 മോൾ സൊല്യൂട്ട് പ്രസന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 2 ആണ്. ഇറ്റ്സ് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇനി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 1.28 gram ആണ്. വോളിയം തന്നിട്ടുണ്ട് 1 ലിറ്റർ ആണ് അല്ലേ. 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. ആദ്യം നമ്മള് മാസ് ഓഫ് ദ സോൾവെന്റ് കാണണം. അപ്പൊ മാസ് ഓഫ് ദ സൊല്യൂഷൻ ആദ്യം കാണാം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ. മാസ് ബൈ വോളിയം അല്ലേ. സോ മാസ് ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ 1.28 into 1000 that will give you 1200. 12,800. ഓക്കെ, 12,800 ആണ് നമ്മുടെ സൊല്യൂഷന്റെ മാസ്. ഇനി സൊല്യൂട്ട് ആരാ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ സൊല്യൂട്ട് നമ്മുടെ നമുക്ക് NaOH ആണല്ലേ. സോ മൊളാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2 മോൾസ് ആ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 2 ആ. നമ്മുടെ NaOHന്റെ മോളാർ മാസ് സോഡിയത്തിന്റെ 23, ഓക്സിജന്റെ 16, ഹൈഡ്രജൻ ഒന്നും കൂടെ കൂട്ടിയാൽ മതി. സോ മാസ് ഓഫ് ദി സൊല്യൂട്ട് വിൽ ബി 2 into മോളാർ മാസ് ഓഫ് NaOH. That will give you 80 gram. സോ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സോ മാസ് ഓഫ് ദി സോൾവെന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. സോൾവെന്റിന്റെ മാസ് കിട്ടി. സോ molarity will be equal to number of moles of solute divided by weight of the solvent in gram into 1000. സോ നമ്മുടെ ഫൈനൽ ആൻസർ വരിക നമുക്ക് 1.67 മോളാർ എന്ന ആൻസർ കിട്ടും കേട്ടോ. സോ 1.67 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി പഠിച്ചിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. സോ നമ്മൾ 50 ദിവസത്തെ NEET ലൈവ് ക്ലാസ് 2 ഡേ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും 48 ഡേയ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വേവിത പ്ലാറ്റ്ഫോമിൽ പോയി ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാമും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ ആൻഡിൽ നെക്സ്റ്റ് കെമിസ്ട്രി ക്ലാസ്, താങ്ക് യു മക്കളെ, ബൈ ബൈ.